സമ്പത്ത് സാറാണ് ഇരുന്നത്. എന്നെ നല്ല രീതിയിൽ ഇടിച്ചെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇടിച്ചെന്ന് വെച്ചാൽ ഇവർ എൻ്റെ സത്യാവസ്ഥ കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇവർ വണ്ടിയുടെ ബാക്കിൽ കിടന്ന് കാണിച്ചതും ഫ്രണ്ടിൽ കിടന്ന് കാണിച്ചതും വണ്ടിക്ക് അകത്ത് കയറി സച്ചിൻ ദേവ് കാണിച്ചതും എല്ലാം ഈ ക്യാമറയിൽ റെക്കോർഡാണ്. അന്ന് സമ്പത്ത് സാറ് പാർട്ടിയിലുള്ളതായതുകൊണ്ട് എൻ്റെ അടുത്ത് അന്ന് സമ്പത്ത് സാറ് പറഞ്ഞാണ്, പാർട്ടിക്കാർ വിളിച്ചു പറഞ്ഞ് നിനക്ക് ഒന്ന് കേസ് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് നല്ല ഇടി തന്ന് വിടാൻ പറഞ്ഞിട്ടുണ്ട്. മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ കണ്ടക്ടർ സാധ്യതയുണ്ട്. അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കോടതി പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കോടതി പോകാൻ നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മെമ്മറി കാർഡ് ഊരി എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഉപയോഗം എന്നുള്ള സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു 6 പ്രതികളുണ്ട്, അതായത് മേയറും മുൻ മേയറും MLA ഉൾപ്പെടെ 6 പ്രതികൾ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ബസ്സിലെ കണ്ടക്ടറും അതിൽ കാർഡ് റിമൂവ് ചെയ്തതിനെ പറ്റി, പിന്നെ പുള്ളി മറ്റുള്ള ആൾക്കാരെ കോൾ ചെയ്തു എന്ന് പറയുന്ന ദൃക്സാക്ഷികളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അപ്പോൾ അതിനെപ്പറ്റി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏകദേശം ഒരു 10:05-10:15 എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിന്നെ വണ്ടിയുടെ അടുത്ത് എന്നെ കൊണ്ടുവന്നിട്ടില്ല. വണ്ടിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. ഞാൻ പോകുന്നവരെ കണ്ടക്ടർ വണ്ടിക്കകത്തുണ്ട്. പിന്നെ 12 മണിക്കകത്തോ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് നമുക്ക് പറഞ്ഞ് സംസാരിച്ച്, ഞാൻ പാർട്ടിയിലുള്ളതായതുകൊണ്ട് പറഞ്ഞ് സംസാരിച്ച് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ് പറഞ്ഞ് എൻ്റെ അയൽവക്കക്കാരനാണ് റഹീം, അദ്ദേഹത്തിനെ ഞാൻ വിളിച്ച് മേയറിൻ്റെ അടുത്ത് പറയാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അത് അവർ ഇതും നടത്തുന്നില്ല, അവർ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവർ ഇങ്ങനെ ശാഠ്യത്തിൽ നിൽക്കുകയാണ്. ഞാൻ എന്തെന്ന് വെച്ചാൽ അങ്ങനെ ശാഠ്യത്തിൽ നിൽക്കാൻ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഇതുള്ള ക്ഷീണം കാരണം എനിക്ക് മനസ്സിലായില്ല. ഒന്നാമത്തെ ഓഫീസിലെ വണ്ടിയിലല്ല, ഇതേപോലത്തെ ഒരു കാറിലാണ് വന്നത്. അപ്പോൾ മേയറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. അതാണ് കുഴപ്പം പറ്റിയത്. ആ ഒരു ഹാങ് ഓവറിലാണ് മാഡം ഒരു കാലത്തും അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കോടതി പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കോടതി പോകാൻ നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, കോടതിയിൽ പോയി നീതി നേടിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കോടതിയിൽ കണ്ടിന്യൂ ചെയ്തതും. പിന്നെ പാർട്ടി ബേസിൽ തന്നെ എനിക്ക് പാർട്ടിയിലെ കുറേ ആൾക്കാരറിയാം. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുമോ, കോംപ്രമൈസിന് പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റില്ല, കോടതി കൊടുത്തു കഴിഞ്ഞു. ഇതിന് മുമ്പേ മേയറെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴും മേയർ എന്നെ പിടിച്ച് വിഴുങ്ങാനുള്ള രീതിയിലാണ്, അന്ന് മേയറായിരുന്നല്ലോ, പിടിച്ച് വിഴുങ്ങാനുള്ള രീതിയിലാണ് എൻ്റെ സംസാരം കേൾക്കുകയും ഞാൻ സിംഗിൾ പാരൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മാഡവും സിംഗിൾ പാരൻ്റ് ആണെന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെമ്മറി കാർഡിൻ്റെ കേസ് കണ്ടക്ടർ ഈ ബസ്സിൽ ഇരുന്നുകൊണ്ട് പല ആൾക്കാരെയും വിളിച്ചെന്ന് പറഞ്ഞിട്ട് പറയുന്നതേ കേട്ടിട്ടുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, റഹീമിനെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ കണ്ടക്ടർ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ആ സമയത്ത് മൊത്തം കണ്ടക്ടറാണ് വണ്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു സാധ്യതയാണ്. അത് കഴിഞ്ഞിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടുത്തെ ക്യാമറ ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. അതിനുശേഷം വണ്ടി അതൊന്നും വന്നിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല. എൻ്റെ ഭാഗത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും മെമ്മറി കാർഡ് എവിടെ പോകും? അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി കാർഡ് വണ്ടിക്കകത്ത് കാണണ്ടേ? എന്നെ ഫേസ് ചെയ്ത് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ ബസ്സിനെ നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ബസ്സും കൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ കൊള്ളായിരുന്നു. കൈ വെളിയിടാൻ പറ്റാത്ത ബസ്സാണ് അത്, ഒന്നാമത്തെ ബസ്. അതുമല്ലാതെ ഈ ബോണറ്റിൻ്റെ പുറത്ത്, ഇതേപോലെ വണ്ടിയുടെ ബോണറ്റിൻ്റെ പുറത്ത് ഒരു ക്യാമറ, എൻ്റെ തലയ്ക്ക് മീതെ നിന്ന്, അതായത് കണ്ടക്ടർ സീറ്റ് തൊട്ട് ഫ്രണ്ടിലെ കണ്ടക്ടർ സീറ്റുണ്ട് അത് തൊട്ട് ലാസ്റ്റ് വരെ കിട്ടുന്ന ഒരു ക്യാമറ, 2. ഏറ്റവും ബാക്കിൽ റിവേഴ്സിൻ്റെ അവിടെ ഒരു ക്യാമറ ഉണ്ട്, 3. അപ്പോൾ ഇവർ വണ്ടിയുടെ ബാക്കിൽ കിടന്ന് കാണിച്ചതും ഫ്രണ്ടിൽ കിടന്ന് കാണിച്ചതും വണ്ടിക്ക് അകത്ത് കയറി സച്ചിൻ ദേവ് കാണിച്ചതും എല്ലാം ഈ ക്യാമറയിൽ റെക്കോർഡാണ്. അപ്പോൾ മെമ്മറി കാർഡ് ഊരി എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഉപയോഗം എന്നുള്ള സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. എന്നിട്ട് അന്ന് എന്നെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു. ഞാൻ മെമ്മറി കാർഡ് ഊരിയെടുത്തത് എന്നെ 10:30 പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 2:30 രാത്രി, അന്നേ ദിവസം രാവിലെ 2:30 വണ്ടി ഇവിടെ നിന്ന് സർവീസ് പോകുന്നത്. നിങ്ങൾ ആലോചിച്ചോണം, ഒരു മനുഷ്യനാണ് ഞാൻ, എനിക്കും കുടുംബമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വണ്ടി അന്നേ ദിവസം വണ്ടി സർവീസിന് പോയിട്ട് അന്ന് രാത്രി വണ്ടി ഇവിടെ തിരുവനന്തപുരത്ത് എത്തുകയാണ് 10 മണിക്ക്. തിരുവനന്തപുരത്തെത്തി എന്നെ 10 മണിക്ക് 10:30 സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചു. പിറ്റേ ദിവസം 10:30 രാവിലെ വരെ എന്നെ സ്റ്റേഷനിൽ ഒരു കസേര ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യനായിട്ടുള്ള ഒരാൾ നിങ്ങളിരിക്കുമോ ഇത്രയും സമയം? വണ്ടി ഓടിച്ച് ഇത്രയും ക്ഷീണിച്ചിരുന്നിട്ട് ഒരു വെള്ളം പോലും തന്നിട്ടില്ല കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ. ഇപ്പോൾ മേയറോ അല്ലെങ്കിൽ മുൻ മേയറോ ഹസ്ബൻഡോ ഇങ്ങനെ ഇരുത്തിക്കുമോ? അവർ തെറ്റുകാരാണെന്ന് കണ്ടാൽ പോലും ഇരുത്തിക്കുമോ? ഒരു ആഹാരം പോലും, അത് ഞാൻ വിവരാവകാശത്തിൽ വച്ചിട്ട് പോലും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. അതായത് വിവരാവകാശമല്ല, നമ്മളെ
ഹ്യൂമൻ റൈറ്റ്സ് കൊടുത്തിട്ട് പോലും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. അതിലും എനിക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എനിക്ക് വേറൊരു ചാനലിലും പറയാൻ പറ്റില്ല. 1 മണിക്കൂർ വണ്ടി ഓടിച്ചപ്പോൾ ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നത്. എനിക്ക് അവിടെ നിന്ന് വണ്ടി എടുത്ത് 20 മിനിറ്റ് 30 മിനിറ്റ് വരെ വൈറ്റിലെ ഹബ്ബിൽ ഹോൾഡ് ഉണ്ടായിരുന്നു വണ്ടി. അപ്പോൾ മോന് പനിയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കായംകുളത്ത് ഫുഡ് കഴിക്കാൻ നിർത്തും. അവിടെ 20 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആഹാരം കഴിക്കാൻ നേരത്ത് ഞാൻ വീട്ടിൽ വിളിക്കാറുണ്ട്. വണ്ടി നിർത്തിയിരിക്കുമ്പോൾ മാത്രമേ വിളിക്കുകയുള്ളൂ, അല്ല വണ്ടി ഓട്ടത്തിൽ ഞാൻ സംസാരിക്കില്ല. ഇവർ പറഞ്ഞു 1 മണിക്കൂറെന്ന്. ഇവർ പറയുന്ന നമ്പർ എനിക്കൊന്ന് എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നമ്പർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെതായി ഈ കിടക്കുന്ന 2 സിമ്മാണ്. ആ 2ാമത്തെ സിമ്മിലോട്ട് എന്നെ കോള് പോയിരിക്കുന്നു. അപ്പോൾ 2ാമത്തെ സിമ്മിലാണ് 1 മണിക്കൂർ സംസാരിച്ചത്. എൻ്റെ ഫോണിൽ ഞാൻ തന്നെ എന്നെ സംസാരിക്കുന്നു എന്നൊരു ടെൻഡൻസിയാണ് ഇവർ പറയുന്നത്. ഞാൻ വിവരാവകാശം വെച്ച ആ നമ്പർ ഏതെന്നുള്ള ഇവർ പറയുന്ന നമ്പർ എനിക്ക് എടുക്കണം. 1 മണിക്കൂർ സംസാരിച്ച നമ്പർ എനിക്ക് എടുക്കണ്ടേ? അവകാശമില്ലേ? ഇവർക്ക് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പറിൽ ഇത് മറ്റൊരാളെ വിളിച്ചെന്നുള്ള രഹസ്യം ചോർത്താൻ അറിയാമെങ്കിൽ ഈ സമയത്ത് കണ്ടക്ടർ ആരെയെല്ലാം വിളിച്ചെന്നുള്ള രഹസ്യം ഇവർക്ക് ചോർത്താൻ എളുപ്പമല്ലേ? എൻ്റെ നമ്പറിൽ ഇത് ചകഞ്ഞ് നടന്ന സമയത്ത് പോലീസ് മര്യാദയ്ക്ക് നീതി നടപ്പാക്കിയിരുന്നെങ്കിൽ കോടതിയിൽ ഞാൻ പോകേണ്ട കാര്യമില്ല. ഫസ്റ്റ് പരാതി കൊടുക്കണ ഞാനാണ് സ്റ്റേഷനിൽ. എന്നിട്ട് എൻ്റെ പരാതി എടുക്കാതെ മേയർ പരാതി കൊടുക്കുന്നവരെ എന്നെ പിടിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിർത്തിയെന്ന് ഞാൻ എഴുതിയ പരാതിയുടെ കോപ്പി സിവിൽ ഡ്രസ്സിൽ വന്ന ഒരു പോലീസുകാരൻ ഫോട്ടോ എടുത്ത് മേയറിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാർട്ടിക്ക് അയച്ചു കൊടുക്കുക, ആർക്കോ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത നീക്കം എന്താണെന്ന് എൻ്റെ അടുത്ത് തിരക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ പോലീസുകാരെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ നീതി കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്ന് തന്നെ അപ്പോഴും പറഞ്ഞു. ഇപ്പോഴും അത് തന്നെ പറഞ്ഞു. മുന്നോട്ട് കോടതിയെ നമുക്ക് ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ടവന് പോലീസിൽ നിന്ന് നീതി കിട്ടൂല. എന്നുവെച്ചാൽ ഫസ്റ്റ് നമ്മൾ പോലീസ് പരാതി കൊടുത്താലും ഇവർ അധികാരവും ഈ പണവും ഉള്ളവരെ ബാക്കിൽ നിന്നാണ് പോലീസുകാർ ഉൾപ്പെടെ ഉള്ളത്. നമുക്കതിനില്ല, കോടതി മാത്രമേ ഉള്ളൂ. അപ്പം വക്കീലാണ് എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ വക്കീലാണ് പൈസ കയ്യിൽ നിന്ന് കൊടുക്കുന്നത്. എന്തെങ്കിലും കിട്ടിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭാഗ്യം വക്കീൽ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ കേസ് നടത്താതെ ഞാൻ പയ്യെ കേസ് പിൻവലിച്ച് പോയേനെ. പക്ഷേ നമുക്ക് വക്കീലുണ്ട്, അതെല്ലാം കുടുംബം ഇപ്പം നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നേരത്തെ സപ്പോർട്ടല്ലായിരുന്നു, ഇപ്പോൾ സപ്പോർട്ടാണ്. എന്താ വെച്ചാൽ എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലായി. ചേട്ടാ, അപ്പം ഈ ഒരു കേസിന് ശേഷം ഒരുപാട് സൈബർ അറ്റാക്ക്, മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം മാനസികമായിട്ട് സംഘർഷം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മുടെ മേയർ ആര്യ അനുഭവിച്ചതിനെക്കാട്ടി മാനസിക സംഘർഷമുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് സപ്പോർട്ടിന് പാർട്ടിയുണ്ട്, പാർട്ടിയിലെ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് സപ്പോർട്ടിന് ആരുമില്ല. എന്നുവെച്ചാൽ ജനങ്ങൾ കൂടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് പിന്നീട് സത്യാവസ്ഥ മനസ്സിലാക്കിയാണ് ജനങ്ങൾ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് കണ്ടിട്ട്. ഒരു സ്ത്രീ ഇപ്പോൾ നിങ്ങളായാലും പറയുന്നത് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ചേട്ടന്മാർ എന്നെയാണ് എന്നെ എടുത്തിട്ട് ഇടിക്കും എന്നല്ല, നിങ്ങൾ പറയുന്നതേ കേൾക്കുള്ളൂ. ഇപ്പോൾ ആ ചേട്ടനെ ഒരു സ്ത്രീ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ ചേട്ടനെതിരായിട്ട് തിരിയുള്ളൂ. സത്യാവസ്ഥ ആരും അന്വേഷിക്കില്ല. അത് കേരള സമൂഹം ഇങ്ങനെയാണ്. ഇപ്പോൾ തുല്യത എന്ന് പറച്ചില്ലേ ഉള്ളൂ. ഇപ്പോൾ പെണ്ണുങ്ങളാണ് ഹീറോ. എനിക്കൊരു മോളെയാണ് ഇഷ്ടമായിരുന്നത്, പക്ഷെ മോനെയാണ് കിട്ടിയത്. എന്നുവെച്ചാൽ അതാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് തന്നെയാണ് ഞാൻ ഇത്രയും കാലം 15 വർഷം. നിങ്ങൾക്ക് തിരക്കാണ്, നിങ്ങൾക്ക് ഇവിടെ ഏത് പ്രൈവറ്റ് ബസ്സിൽ തിരക്കി നോക്കാം. ഞാൻ പറയണത് വിശ്വസിക്കണ്ട, ഈ മേയർ പറയണതും വിശ്വസിക്കണ്ട, ഞാൻ പറയണത് ഈ ആര്യ പറയണതും ഈ പാർട്ടിക്കാർ പറയണതും വിശ്വസിക്കണ്ട. ഇവിടെ ഓരോ പ്രൈവറ്റ് ബസ് 13 വർഷം ഞാൻ ഇവിടെ വണ്ടി ഓടിയാണ്. ഓരോ പ്രൈവറ്റ് ബസ്സുകാരന്മാരെടുത്ത് ചോദിച്ചാൽ അത് എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും എന്തെങ്കിലും സ്ത്രീ വിഷയമുണ്ടോ വേണ്ട. ഇവിടെ സിറ്റിയിലെ ഒരു പരിധിയിൽ വരണതാണ് ഫോർട്ട് സ്റ്റേഷൻ. നിങ്ങളൊരു വിവരാവകാശം വെച്ച് നോക്ക്, യദുവിൻ്റെ പേരിൽ എത്ര കേസുണ്ട് സിറ്റിയിൽ. ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നിയമ സ്റ്റേഷനിലുണ്ട്. 2017 ഒരു സ്ത്രീ വിഷയം തന്നെയാണ് അത്. പാർട്ടി ബേസിൽ ഇവരെ പാർട്ടിയിലെ ഒരു പയ്യൻ്റെ മുക്കാമണ്ട അടിച്ച് പൊട്ടിച്ചതിൽ എനിക്ക് കേസുണ്ടായിരുന്നു. ആ കേസിൽ അവൻ്റെ സഹോദരി എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗത്ത് അപ്പുറത്തെ സൈഡിൽ വാടകയ്ക്ക് ആദ്യം താമസിച്ചുകൊണ്ടിരുന്നു. ഇപ്പം വീട് വെച്ച് അവരവിടെ താമസിക്കുകയാണ്. അതുവഴി നടന്നു വന്നപ്പോൾ ആ സ്ത്രീയിലെ ചേഷ്ട കാണിച്ചത് ഇതേപോലെ തന്നെയാണ്. അവർ മനഃപൂർവ്വമായിട്ട് എന്നെ കാണാതെ തന്നെയാണ് ഇങ്ങനെ ഒരാൾ എന്നെ അശ്ലീലമായിട്ട് കാണിച്ചു. അന്ന് സമ്പത്ത് സാറാണ് ഇരുന്നത്. എന്നെ നല്ല രീതിയിൽ ഇടിച്ചെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇടിച്ചെന്ന് വെച്ചാൽ ഇവർ എൻ്റെ സത്യാവസ്ഥ കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് മൊത്തം ഞാൻ നല്ല രീതിയിൽ, എനിക്ക് അന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, കൂട്ടുകാരില്ല, ഒന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നു, എൻ്റെ കാര്യം നോക്കുന്നു, വരുന്നു.
അല്ല നമ്മൾ ആരെയും കൂട്ടുകൂടാനോ ഒന്നിനും പോകില്ല. അന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. ഇന്നാണ് പ്രതികരിക്കാനുള്ള അവസരം കിട്ടിയത്. മീഡിയ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പ്രതികരിക്കാനും എൻ്റെ കാര്യങ്ങൾ പറയാനും സത്യാവസ്ഥ പറയാനും. അന്ന് 2017 പെണ്ണ് വിഷയമാണ്. ഇവരിപ്പോഴും ചാനലിൽ കൂടെ 2017 പെണ്ണ് വിഷയമുണ്ട്. അത് കോടതി ഔട്ട് ഓഫ് കോർട്ടിൽ വന്ന് ഇവരുടെ അടുത്ത് ചോദിച്ചു, കോടതി തന്നെ ചോദിച്ചു ഈ പയ്യനാണോ. അത് രാത്രി ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല, ഈ പയ്യനാണെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഈ പയ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ട മേഡം എന്നാണ്. നിനക്ക് കേസുണ്ടാകുന്ന എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പരാതിയൊന്നുമില്ല, കിട്ടാനുള്ള കിട്ടിയിട്ട് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് സമ്പത്ത് സാറ് പാർട്ടിയിലുള്ളതായതുകൊണ്ട് എൻ്റെ അടുത്ത് അന്ന് സമ്പത്ത് സാറ് പറഞ്ഞാണ്, പാർട്ടിക്കാർ വിളിച്ചു പറഞ്ഞ് നിനക്ക് ഒന്ന് കേസ് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് നല്ല ഇടി തന്ന് വിടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തതാണ്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ പോലീസുകാർക്ക് എതിരെയുള്ള പരാതി കൊടുക്കാനുള്ള ഒരു വിങ് ഉണ്ട്. എന്നിട്ട് ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് സമ്പത്ത് സാറ്. ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. പാർട്ടിക്കാരനായാലും എൻ്റെ ഏട്ടൻ കോൺഗ്രസ്സുകാരനും എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനും സമ്പത്ത് സാറ് കമ്മ്യൂണിസ്റ്റിലുള്ള ആളുമാണ്. എന്നിട്ട് പോലും ഞാൻ ആ നീക്കങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ പാർട്ടി നാണം കെടും. ഇപ്പം തന്നെ മേയറിൻ്റെ കേസിൽ തന്നെ മുമ്പോട്ട് പോകും തോറും മേയർ അതായത് രാജേന്ദ്രൻ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ മുമ്പോട്ട് പോകാത്തതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രസ്ഥാനത്തിനോട് ഒരു ചെറിയൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവരെല്ലാവരും കൂടെ കളഞ്ഞു. അത് സപ്പോർട്ട് ചെയ്ത് ഇത്രത്തോളം എത്തിച്ച് ഞാൻ വെറും പെണ്ണുപിടിയനായിട്ട് മാറിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ എൻ്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി പോയിട്ട് 6 വർഷമായി. മോൻ്റെ 2.5 വയസ്സിലാണ് പോയത്. അന്ന് തൊട്ട് ഞാൻ സിംഗിൾ പാരൻറ്റ്. ഞാൻ സിംഗിൾ പാരൻ്റ് എന്ന് പറഞ്ഞപ്പോൾ മേയറും പറയുമായിരുന്നു, അന്നത്തെ മേയർ രാജേന്ദ്രൻ പറയുന്നു ഞാൻ സിംഗിൾ പാരൻ്റാണ്. വീഡിയോസ് വോയിസാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കാം. അപ്പോൾ വോയിസിൽ പറയുന്നുണ്ട് ഞാൻ സിംഗിൾ പാരൻ്റ്. ഒരു സിംഗിൾ പാരൻ്റ് എന്തെന്ന് ഒരു അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയാണ് മേയറായിട്ട് ഇരുന്നത്. സിംഗിൾ പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു പെണ്ണും ആണും. അതായത് സിംഗിൾ പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ സെപ്പറേറ്റായി ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ വെച്ച് നോക്കുന്നത്, ഒരു സ്ത്രീ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഞ്ഞിനെ വെച്ച് നോക്കുന്നതാണ് സിംഗിൾ പാരൻ്റ്. ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഒരുമിച്ച് താമസിച്ചിട്ട് പുരുഷൻ കോഴിക്കോടും സ്ത്രീ ഇവിടെയെന്നും പറഞ്ഞിട്ട് സിംഗിൾ പാരൻ്റ് എങ്ങനെയാണ് ആവുന്നത്? അപ്പോൾ അതിന് ഞാൻ എനിക്ക് പറയാൻ വയ്യാത്തതുകൊണ്ട് ഇവർ ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. അങ്ങനെ ഒരു കേസ് പറഞ്ഞില്ല 2017 കേസ്. അപ്പോൾ ആ കേസിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അവസ്ഥ. എന്നിട്ട് പോലും അത് സ്ത്രീ വിഷയത്തിലോട്ട് എടുത്തിട്ട് ഇപ്പോഴും എൻ്റെ കേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിവരാവകാശം വെച്ച പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ പെട്ടെന്ന് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചില്ല, ഓരോന്നായിട്ട് കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ ഞാൻ കോടതി വെച്ചിട്ടുണ്ട്, എല്ലാ പേപ്പറും വെച്ചിട്ടുണ്ട്, എല്ലാ സ്റ്റേഷനിലും വെച്ചിട്ടുണ്ട്, ഇവർ പറഞ്ഞ എല്ലാ സ്റ്റേഷനിലും. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ പ്രൈവറ്റ് ബസ് ഓടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് പറ്റും. അങ്ങനെ കേസുകളൊന്നും ഇല്ലാതെന്നൊന്നും ഞാൻ പറയില്ല. വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ ചിലപ്പോൾ തട്ടും, ചിലപ്പോൾ ഫ്രണ്ടിൽ പോകണം വണ്ടികൾ ചവിട്ടുമ്പോൾ തട്ടും, അതുണ്ട്. പക്ഷെ പെണ്ണ് വിഷയം നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണോ തിരക്കാം. പിന്നെ ഇവിടെ പാർട്ടി അനുകൂലമായിട്ടും ഈ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരുമായിട്ട് ഞാൻ പ്രശ്നത്തിലാണ്. എൻ്റെ അടുത്ത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ കുന്തെന്ന് പറയുന്ന ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ ചില ആൾക്കാരൊക്കെ ചൊറച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയും, അതിലൊന്നും കാര്യമില്ല. പക്ഷേ സത്യാവസ്ഥ ഇതാണ്, ദൈവത്തിനറിയാം. ഇപ്പോൾ കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. എനിക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്ന ആളാണ്. കർമ്മം എന്ന് പറയുന്നത് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല, തിരിച്ച് അവർക്ക് തന്നെ കിട്ടും. അത് മാത്രമാണ് എൻ്റെ ഒരാശ്വാസം എന്ന് പറയുന്നത്. ചേട്ടാ എന്തായാലും സത്യം വിജയിക്കട്ടെ. നിയമപരമായ എല്ലാ പിന്തുണയും ചേട്ടന് കിട്ടട്ടെ. താങ്ക് യു. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക.